ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 9 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം 2025 അവസാനിക്കുകയാണ്, 2026 നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ക്രിയേറ്റേഴ്സ് 2026 കാണുന്നത്. കാരണം ഒരുപാട് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ 2025 വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് 9 അപ്ഡേറ്റുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നു. എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം യൂട്യൂബിൽ വരുന്ന ഓരോ അപ്ഡേറ്റും മനസ്സിലാക്കി വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് വീഡിയോക്ക് കമന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണല്ലോ റിപ്ലൈ കൊടുക്കാറുള്ളത്. എന്നാൽ ഇനി മുതൽ നമുക്ക് വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാം. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഒരു അപ്ഡേറ്റ് വന്ന ഉടനെ. പക്ഷെ ഇത് എല്ലാവരിലേക്കും എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഇതെന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാ ക്രിയേറ്റേഴ്സിലേക്കും എത്തി തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കമന്റ് റിപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണുന്നത്. 30 സെക്കൻഡ് വരെയുള്ള കമന്റ് നമുക്ക് വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്കത് കേൾക്കാനും പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ കേൾക്കാനും വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ വാട്സപ്പിലൊക്കെ റിപ്ലൈ കൊടുക്കുന്ന പോലെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. കാരണം ഇപ്പൊ നമ്മുടെയൊക്കെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് 30 സെക്കൻഡിനുള്ളിൽ പറയുമ്പോൾ അത് നിങ്ങൾ വ്യൂവേഴ്സിന് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണ് വരുന്നത് എന്ന് പറയാം. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണെന്ന് പറയാം. കാരണം ഒരുപാട് പേര് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ യൂട്യൂബ് മെച്ചപ്പെടുത്തുകയാണ്, കൂടുതൽ കൺട്രോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ഓട്ടോ ഡബിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓട്ടോ ഡബിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ വിവറൊക്കെ വേറെ ലാംഗ്വേജിലായിരിക്കും അത് കാണുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് വാച്ച് ടൈം കുറയുന്നു, വ്യൂസ് വരുന്നില്ല എന്നുള്ള പരാതി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി മുതൽ കൂടുതൽ കൺട്രോൾ അതിൽ വരുന്നുണ്ട്. നമുക്ക് പ്രൈമറി ലാംഗ്വേജ് അതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രൈമറി ലാംഗ്വേജ് ഇപ്പൊ നമുക്ക് മലയാളം ആണെങ്കിൽ മലയാളം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ അത് പ്ലേ ആകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് മാറ്റം വരുത്താം. അപ്പോൾ വ്യൂവേഴ്സിനാണെങ്കിലും അവിടെ പോയി മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ ടൈറ്റിൽ മാത്രം മാറ്റണോ, ഡിസ്ക്രിപ്ഷന്, അത് എല്ലാത്തിലും യൂട്യൂബ് ഒരു കൺട്രോൾ ഇനി മുതൽ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് ഈ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതോട് കൂടിയിട്ട് കൂടുതൽ കൺട്രോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്കിത് മെച്ചപ്പെട്ട രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. മൂന്നാമത്തെ അപ്ഡേറ്റ് ഐഫോൺ യൂസേഴ്സിനാണ്. അതായത് യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ്, ആ ഒരു ആപ്പ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ എ ഐ ഫീച്ചേഴ്സോട് കൂടിയിട്ട് iOS-ലും ഇനി ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഐഫോൺ യൂസേഴ്സിന് ഒരു ഹാപ്പി ന്യൂസ് ആണ് വന്നിട്ടുള്ളത്. നാലാമത്തെ അപ്ഡേറ്റ് ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കാണ്. ഷോർട്സ് ഫീഡിലൂടെയൊക്കെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഇനി മുതൽ നമുക്ക് അവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണോ കംപ്ലീറ്റ് ആകുന്നത് ആ ഒരു സമയത്ത് ഒരു ആനിമേഷൻ ഒക്കെ വരുന്ന രീതിയിൽ യൂട്യൂബ് അപ്പോൾ ആ ഒരു സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ ക്രിയേറ്റേഴ്സിന് അത് വരുമാനം നൽകുന്ന രീതിയിലാണ് ഈ ഒരു പുതിയൊരു ഓപ്ഷൻ യൂട്യൂബ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇനി ലൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു സൂപ്പർ ചാറ്റ് ഗോൾ നമുക്കവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആ ഒരു ഗോള് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ അപ്ഡേറ്റ് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ യൂട്യൂബിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഒരാൾ നമ്മുടെ ചാനലിൽ കമന്റ് ഇടാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു കമന്റ് ഇടാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ, ഇപ്പൊ യൂട്യൂബിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉള്ള പോലെ നമുക്ക് നമ്മുടെ വ്യൂവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പൊ ബാഡ് കമന്റ് ഇടുന്നവർക്കും അവർക്കൊക്കെ ഒരു ഗൈഡ് ലൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ബാഡ് കമന്റ് ഒക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു മൂവ്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ കുറെ ക്രിയേറ്റേഴ്സിന്, ഇപ്പൊ നെഗറ്റീവ് കമന്റ് വരുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ആറാമത്തെ അപ്ഡേറ്റ്, ഇനി മുതൽ നമുക്ക് ഷോർട്സ് ഫീഡിൽ വീഡിയോകൾക്ക് പുറമെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ പറ്റും. 10 ഫോട്ടോസ് വരെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പോലെ 10 ഫോട്ടോസ് വരെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഷോർട്സ് ഫീഡിൽ ഇനി മുതൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും പേഴ്സണൽ ഫോട്ടോസും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണെങ്കിൽ പോലും നമുക്കത് പോസ്റ്റ് ചെയ്യാൻ കഴിയും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് അതിനും കഴിയുമെന്നാണ് യൂട്യൂബ് പറയുന്നത്.
ഏഴാമത്തെ അപ്ഡേറ്റ് എഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നാനോ ബനാന എന്നുള്ളത്. നമ്മളെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു AI ടൂളാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്കത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മെയ്ഡ് വിത്ത് AI എന്നുള്ള ഭാഗം അവിടെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പൊ യൂട്യൂബ് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എട്ടാമത്തെ അപ്ഡേറ്റ് AI പവേർഡ് ക്ലിപ്പ് എന്ന് പറയും. അതായത് നമ്മളൊരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അതിലെ ഏറ്റവും നല്ല മൊമെന്റുകൾ AI ഉപയോഗിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്ന നല്ലൊരു ഫീച്ചറാണെന്ന് പറയാം AI പവേർഡ് ക്ലിപ്പ് എന്നുള്ളത്. പക്ഷെ ഇത് US, കാനഡ എന്നുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. വൈകാതെ നമ്മളിലേക്കൊക്കെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഒമ്പതാമത്തെ അപ്ഡേറ്റ് ജെമിനി AI ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി നമുക്ക് യൂട്യൂബിൽ കമന്റ് സെക്ഷനിലൊക്കെ ജെമിനിയോട് ചോദിച്ചിട്ട് നമുക്ക് ആ ഒരു കമന്റിന്റെ ഉള്ളടക്കവും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഇനി ചെയ്യേണ്ടത്, അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ചാനൽ അനലൈസ് ചെയ്തിട്ട് AI നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബ് അനലിറ്റിക്സിലൊക്കെ വന്നിട്ടുണ്ട്. ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2026 കടക്കുമ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി, എങ്ങനെ വീഡിയോ റീച്ച് ചെയ്യണം, എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ ഒരു തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. യൂട്യൂബ് പോളിസിയെ കുറിച്ചിട്ടും ക്രൈറ്റീരിയയെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൽ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.